പിന്നെ നേരത്തെ തന്നെ ആ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. നേതൃത്വത്തിൻ്റെ അനുമതി ഇല്ലാതെയാണ് രാഹുൽ മാധ്യമങ്ങളെ കാണുന്നത് എന്ന്. എന്നാൽ അല്പസമയം മുൻപ് രാഹുൽ മാധ്യമങ്ങളെ കാണുമെന്ന് വിശദീകരിച്ച വിവരങ്ങൾ ലഭിച്ച അതേ കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ വിവരം ലഭിച്ചു. രാഹുൽ മാധ്യമങ്ങളെ കാണുന്നില്ല, തൽക്കാലം മാധ്യമങ്ങളെ കാണണ്ട എന്നുള്ള നിർദ്ദേശം നേതൃത്വത്തിൽ നിന്നും ഉണ്ടായി. വാർത്താ സമ്മേളനം റദ്ദാക്കാനുള്ള നിർദ്ദേശം എന്തായാലും രാഹുലിന് ലഭിച്ചു. നമുക്കറിയാം, വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ ഘട്ടത്തിൽ രാഹുൽ വാർത്താ സമ്മേളനം നടത്തി കൂടുതൽ പരാമർശം ഉണ്ടാകരുത് എന്നുള്ള നിർദ്ദേശം നിലവിൽ രാഹുലിന് ലഭിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഒഴിവാക്കണം, പരസ്യമായി മാധ്യമങ്ങളെ കാണരുത് എന്ന നിർദ്ദേശമാണ് നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്തായാലും ഈ ഉണ്ടായ ആരോപണങ്ങൾ, കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം ഉണ്ടായ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ വലിയ പ്രതിസന്ധി രാഹുൽ മാങ്കൂട്ടത്തിലും അതിനു പുറമെ കോൺഗ്രസിനും ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. വലിയ പ്രതിസന്ധി കോൺഗ്രസിനുള്ളിൽ ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ രാഹുൽ തന്നെ നേതൃത്വത്തിൻ്റെ അനുമതിയില്ലാതെ അല്ലെങ്കിൽ നേതൃത്വത്തോട് സംസാരിക്കാതെ, ചർച്ച ചെയ്യാതെ മാധ്യമങ്ങളെ കാണാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു. രാഹുൽ രാജിവെക്കുമെന്ന തരത്തിലുള്ള വാർത്തകൾ ഉണ്ടായതിന് തൊട്ടു പിന്നാലെയായിരുന്നു മാധ്യമങ്ങളെ കാണാനുള്ള രാഹുലിൻ്റെ തീരുമാനം. എന്നാൽ അതിൽ ഇപ്പോൾ നേതൃത്വം ഇടപെട്ട് നിർത്തിവെച്ചിരിക്കുന്നു. രാഹുൽ മാധ്യമങ്ങളെ കാണരുത് എന്ന നിർദ്ദേശം നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. നമുക്കറിയാം, രാവിലെ വി ഡി സതീശൻ്റെ പ്രതികരണത്തോടെയായിരുന്നു രാജിവെക്കും രാഹുൽ എന്ന തരത്തിലുള്ള വാർത്തകൾ ഉണ്ടായത്. അതിനോടെല്ലാം ഉടനടി രാഹുൽ രാജിവെക്കില്ല എന്നുള്ള പ്രതികരണം ഉടനടി രാഹുലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. രാജിയെപ്പറ്റി ചിന്തിച്ചിട്ട് പോലുമില്ല എന്ന തരത്തിലുള്ള പ്രതികരണം രാഹുലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. എന്തായാലും ആ ഘട്ടത്തിൽ നേതൃത്വത്തോട് ചർച്ച ചെയ്യാതെ, നേതൃത്വത്തോട് ചോദിക്കാതെയോ ആയിരുന്നു രാഹുൽ വാർത്താ സമ്മേളനം വിളിച്ച് ചേർത്തത്. എന്നാൽ ഏറ്റവും ഒടുവിൽ ഏറെ സമയം നമ്മളിവിടെ കാത്തിരുന്നു. രാഹുൽ വരുമോ ഇല്ലയോ എന്നുള്ള സംശയത്തിൻ്റെ പുറത്ത് ഏറെ സമയം നമ്മളിവിടെ കാത്തിരുന്നു. എന്നാൽ രാഹുൽ ആ ഘട്ടങ്ങളിലെല്ലാം വീട്ടിൽ തുടരുകയായിരുന്നു. ആ സമയത്തൊന്നും തന്നെ രാഹുൽ പുറത്തേക്ക് വരികയോ രാഹുലുമായി ബന്ധപ്പെട്ടവർ നമ്മളോട് സംസാരിക്കുകയോ ഒന്നും തന്നെ ചെയ്തിരുന്നില്ല. ആ മാധ്യമങ്ങളെ കാണുന്നു എന്ന വിവരത്തിനപ്പുറത്തേക്ക് മറ്റൊരു വിവരം. ശ്രീരാജ്, രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കാണാൻ ഈ വാർത്താ സമ്മേളനം വിളിച്ചത് തൻ്റെ ഭാഗം ന്യായീകരിക്കുന്നതിന് വേണ്ടി ആയിരുന്നു എന്ന സൂചനകൾ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. വി ഡി സതീശൻ ഈ സൂചനകൾ ലഭിച്ച ഉടൻ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഫോണിൽ വിളിച്ചു. പരാതിക്കാരെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലേക്ക് നീങ്ങിയാൽ നടപടി ഗുരുതരമാകും എന്ന മുന്നറിയിപ്പ് സതീശൻ കോൺഗ്രസ് നേതൃത്വം രാഹുലിന് നൽകി എന്ന സൂചനകളാണ് പുറത്തു വന്നത്. ഇതേ തുടർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വാർത്താ സമ്മേളനം റദ്ദാക്കിയത്. ഇക്കണക്കിന് പോയാൽ സഭാ സമ്മേളനം തുടങ്ങും മുൻപ് നടപടി ഉണ്ടായേക്കും എന്ന മുന്നറിയിപ്പ് കൂടി വി ഡി സതീശൻ നൽകി എന്ന സൂചനകളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. മഹേഷ് ചന്ദ്രൻ നമുക്കൊപ്പം ചേരുകയാണ്. മഹേഷ്, അത്യന്തം നാടകീയമായ കാര്യങ്ങളാണ് അടൂരിൽ സംഭവിക്കുന്നത്. വാർത്താ സമ്മേളനം വിളിക്കുന്നു, ഇപ്പോൾ ഇതാ അത് റദ്ദാക്കുന്നു. അതിനിടയിലാണ് നമുക്ക് ഇൻപുട്സ് കിട്ടുന്നത്. ചില ചാറ്റുകൾ പുറത്തുവിടുന്നതിന് വേണ്ടി, തൻ്റെ ഭാഗം ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വാർത്താ സമ്മേളനം വിളിച്ചത് എന്നുള്ളതാണ്. പക്ഷേ നേതൃത്വം ഇടപെട്ട് വിലക്കി. എന്താണ് കോൺഗ്രസിൽ സംഭവിക്കുന്നത് രാഹുലിൻ്റെ കാര്യത്തിൽ, മഹേഷ്? ബില്ല് രണ്ടാമത്തെ കുറച്ചുകൂടി ഗുരുതരമായ ഓഡിയോ ക്ലിപ്പുകൾ പുറത്തു വന്നിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് രാജിക്കുള്ള സമ്മർദ്ദം വി ഡി സതീശൻ ശക്തമായി കേന്ദ്ര നേതാക്കൾക്ക് മുന്നിൽ ഉന്നയിക്കുന്ന വാർത്തകളും വരുന്നത്. ഈ സാഹചര്യത്തിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമപ്രവർത്തകരെ കാണാമെന്ന് അറിയിക്കുകയും പത്തനംതിട്ട മാധ്യമപ്രവർത്തകർ അടൂരിലെ വീട്ടിലേക്ക് എത്തുകയും ചെയ്തത്. അവിടെ ആ സമയത്താണ് ഈ ഇതറിഞ്ഞ നേതാക്കൾ എന്തിനാണ് ഈ വാർത്താ സമ്മേളനം വിളിച്ചതെന്ന് ആരായുകയുണ്ടായി. പാർട്ടി നേതൃത്വത്തിൻ്റെ അറിവോ നിർദ്ദേശമോ കൂടാതെ ആയിരുന്നു ഈ വാർത്താ സമ്മേളനം രാഹുൽ മാങ്കൂട്ടത്തിൽ വിളിച്ചിരുന്നത്. വാർത്താ സമ്മേളനത്തിൽ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുമെന്നാണ് രാഹുൽ സൂചിപ്പിച്ചത്. അത്തരത്തിലേക്ക് രാഹുൽ നടത്തുന്ന പ്രതികരണങ്ങളെല്ലാം കൂടുതൽ പ്രതിരോധത്തിലേക്ക് പാർട്ടിയെ കൊണ്ടുപോകും, കൂടുതൽ കുഴപ്പങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടാലെന്നാണ് നേതാക്കൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനോട് പറയുകയും ചെയ്തത്. ചില ചാറ്റുകൾ അടക്കമുള്ള കാര്യങ്ങൾ തനിക്ക് തൻ്റെ ഭാഗത്തുനിന്ന് ചില തെളിവുകൾ ഹാജരാക്കാറുണ്ട്, അത് ഞാൻ മാധ്യമങ്ങൾക്ക് നൽകുമെന്ന തരത്തിലേക്കാണ് രാഹുൽ സംസാരിച്ചതെന്നാണ് വിവരം. ഇതേ തുടർന്നാണ് പരാതിക്കാരെ ഭീഷണിപ്പെടുന്ന തരത്തിൽ കാര്യങ്ങൾ നീക്കിക്കഴിഞ്ഞാൽ, ഇതൊരു പരാതിയായി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും, കൂടുതൽ അപകടത്തിലേക്കാണ് നീങ്ങാൻ പോകുന്നത് എന്ന തരത്തിലേക്ക് ഉള്ള മുന്നറിയിപ്പ് നേതാക്കൾ കൊടുത്തു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ വാർത്താ സമ്മേളനം തന്നെ ഉപേക്ഷിക്കാൻ രാഹുൽ നിർബന്ധിതനായി തീർന്നത്. ബിനിൽ, മഹേഷ്, അതായത് തൻ്റെ ഭാഗം ന്യായീകരിക്കുകയാണ്, നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്, പരസ്യമായി നിൽക്കുന്നു എന്നതിനൊപ്പം തന്നെ നേതൃത്വത്തോടും ഇതേ വിധത്തിലുള്ളൊരു വിശദീകരണം തന്നെയാണോ രാഹുൽ നൽകുന്നത്? താൻ തെറ്റുകാരനല്ല എന്നൊരു വിശദീകരണത്തിൽ നേതൃത്വത്തോടും പരസ്യമായി മാധ്യമങ്ങളോട് പറയുന്നതിനൊപ്പം നേതൃത്വത്തോടും അതേ മറുപടി തന്നെയാണോ രാഹുൽ പറയുന്നത്?
ഇത്തരം കാര്യങ്ങളിലെ സത്യാവസ്ഥ മിക്കവർക്കും അറിവുള്ളതാണ് നേതാക്കൾക്കടക്കം. പക്ഷേ രാഹുൽ പറയുന്നത് രാഹുലിനെ കൊടുക്കാൻ വേണ്ടി ഗൂഢമായ നീക്കം നടക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതൊക്കെ ആരോ ചില കേന്ദ്രങ്ങൾ അതൊക്കെ ഉപയോഗിച്ച് രാഹുലിനെ തകർക്കാനുള്ള ശ്രമം നടത്തുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തുടരെ ഇത്തരം കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത് എന്ന തരത്തിലേക്കുള്ള ഒരു പരാതി തന്നെയാണ് രാഹുലിനുള്ളത്. ഇത്തരത്തിൽ തനിക്കെതിരെ നീങ്ങുമ്പോൾ തിരിച്ച് തനിക്കും പറയാനുണ്ട്, അത് താൻ പറയേണ്ടി വരും എന്ന തരത്തിലേക്കുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് അദ്ദേഹം ഇതിലൂടെ സൂചിപ്പിക്കുകയും ചെയ്തത്. എന്തായാലും ഈ വാർത്താ സമ്മേളനം വിളിച്ചപ്പോൾ തന്നെ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം ആയിരുന്നില്ല എന്ന് വ്യക്തമായിരുന്നു. എന്തായാലും രാജിക്കായിട്ട് സമ്മർദ്ദം ചെലുത്തുന്ന VD സതീശൻ അടക്കുന്ന നേതാക്കളൊന്നും തന്നെയും അല്ലെങ്കിൽ മറ്റേതെങ്കിലും നേതാക്കളോ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിച്ച് രാജിവെക്കാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. പാർട്ടി തീരുമാനം ആ രീതിയിലേക്ക് വന്നിട്ടില്ല. ആ തീരുമാനം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകുന്ന സാഹചര്യം നിലനിൽക്കുകയായിരുന്നു രാഹുൽ നാടകീയമായി മാധ്യമപ്രവർത്തകരെ കാണുമെന്ന് അറിയിക്കുകയും മാധ്യമപ്രവർത്തകർ വീട്ടിലെത്തുകയും ചെയ്തത്. തുടർന്നാണ് അല്പസമയത്തിന് ശേഷമാണ് ഇപ്പോൾ നേതാക്കളോട് സംസാരിക്കുകയും കാര്യങ്ങൾ ഇത്തരത്തിലേക്ക് മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കാൻ പോയാൽ കൂടുതൽ കുഴപ്പങ്ങളിലേക്കായിരിക്കും നീങ്ങുക, കൂടുതൽ വെളിപ്പെടുത്തലുകളും കൂടുതൽ പ്രശ്നങ്ങളും ഉണ്ടാകും. അതുപോലെ തന്നെ മാത്രമല്ല പരാതിക്കാരെ അവഹേളിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ വന്നാൽ അതും കൂടുതൽ പ്രശ്നമാകുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടിയോട് ആലോചിക്കാതെ ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം നടത്തുന്നത് ശരിയല്ല എന്ന് വ്യക്തമായി പറയുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് വാർത്താ സമ്മേളനം റദ്ദാക്കി എന്ന തീരുമാനം രാഹുലിൻ്റെ ഒപ്പമുള്ളവർ അറിയിച്ചത്. ബിനിൽ, ഓക്കെ, രാഹുൽ മാങ്കൂട്ടത്തിലെ വാർത്താ സമ്മേളനം റദ്ദാക്കിയിരിക്കുകയാണ്. സതീശൻ വിളിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് വാർത്താ സമ്മേളനം റദ്ദാക്കിയത് എന്ന സൂചനകൾ കൃത്യമായി ഇപ്പോൾ പുറത്തു വരികയാണ്. മഹേഷ് ചന്ദ്രൻ നമുക്കൊപ്പം തുടരുന്നുണ്ട്. മഹേഷ്, നേതൃത്വം പിടിമുറുക്കുന്നു എന്ന് പറയുമ്പോൾ പോലും ഈ വിധത്തിൽ സ്വന്തം ഭാഗം ഇങ്ങനെ ന്യായീകരിക്കാൻ അത് പരാതിക്കാരികളെ അവഹേളിക്കുന്ന തരത്തിലേക്ക് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. അപ്പോൾ ആ വിധത്തിൽ ഒരു മനോഭാവം വെച്ചു പുലർത്തുന്ന ആളുമായി ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് കോൺഗ്രസ് എന്താണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് എന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ടല്ലോ. നോക്കൂ, നമ്മൾ രാവിലെ എല്ലാം സംസാരിക്കുമ്പോൾ ആ ഓഡിയോ വരുന്നതിന് മുൻപാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ അതിനുശേഷം വന്നിട്ടുള്ള ഓഡിയോ അടക്കമുള്ള കാര്യങ്ങൾ ഓരോ ദിവസവും തെളിവുകൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ മറ്റൊരു ലൈംഗിക ആരോപണ കേസുകളിലൊന്നും കാണാത്ത വിധത്തിൽ സംസാരിക്കുന്ന തെളിവുകൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു. അതൊന്നല്ല, രണ്ടല്ല, മൂന്നല്ല, ആ വിധത്തിൽ ആ നമ്പർ അങ്ങനെ വലുതാകുന്ന ഒരു പശ്ചാത്തലം കൂടി നിലനിൽക്കുന്നുണ്ട്. കോൺഗ്രസിന് എത്ര നാൾ ഈ വിധത്തിൽ രാഹുലിന്റെ രാജി ഒഴിവാക്കി നിർത്താൻ സാധിക്കും? ഇക്കാര്യത്തിൽ വലിയ പ്രതിസന്ധിയാണ് കോൺഗ്രസ് പാർട്ടി നേരിടുന്നത്. UDF കൂടി പ്രതിസന്ധിയായി മാറുകയാണ്. നമ്മൾ മുൻപ് വാർത്താബുള്ളറ്റിനെല്ലാം പറഞ്ഞ പോലെ തന്നെ തിരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കലാണ് എത്തി നിൽക്കുന്നത്. നിയമസഭാ സമ്മേളനം അടുത്ത മാസം ആരംഭിക്കാൻ പോകുന്നു. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ഉടനെ തന്നെയുണ്ട്. 8 മാസങ്ങൾക്ക് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ഈ സാഹചര്യത്തിൽ ഈ വിഷയം ഇങ്ങനെ ലൈവായി നിൽക്കുന്നത്, സജീവമായി നിൽക്കുന്നത് അത് കോൺഗ്രസിന് വലിയ ബാധ്യതയായി മാറും. കോൺഗ്രസിന് സാധ്യതകളെ, UDF സാധ്യതകളെ ഇല്ലാതാക്കുമെന്ന ആശങ്കയും ഭയവുമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നേതാക്കൾ ഇക്കാര്യത്തിൽ രാജിവെക്കണമെന്ന തരത്തിലേക്കുള്ള സമ്മർദ്ദം തന്നെ ഉന്നയിക്കാൻ കാരണമാകുകയും അത്തരമൊരു തീരുമാനം പാർട്ടിയെടുത്ത് രാഹുലിനെ അറിയിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നത്. ഈ സാഹചര്യത്തിൽ ഇങ്ങനെ മറുപടിയുമായൊക്കെ വരികയാണെങ്കിൽ ഇപ്പോൾ ഈ വോയിസ് പുറത്തു വന്ന ആ പെൺകുട്ടി ഒരു പരാതി നൽകുകയാണെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ രൂക്ഷമാകും. അത് അറസ്റ്റിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങും. കാരണം ഗർഭചിത്രത്തെ പ്രേരിപ്പിക്കുന്നതും വധഭീഷണി മുഴക്കുന്നതുമായ സംഭവങ്ങൾ തുടങ്ങിയ ഓഡിയോ ക്ലിപ്പാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. അതീവ ഗുരുതരമാണ് കാര്യങ്ങൾ. അത്തരത്തിലേക്ക് ഒരു പരാതി പോലീസ് മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ അതോടുകൂടി കാര്യങ്ങൾ കൈവിട്ടു പോകും. കാര്യങ്ങൾ അവർക്ക് ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് നീങ്ങുമെന്ന് കൃത്യമായ സൂചന നേതാക്കൾക്കുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് VD സതീശനും രമേശ് ചെന്നിത്തലയടക്കമുള്ള നേതാക്കൾ AC നേതൃത്വവുമായി സംസാരിക്കുകയും ഇക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാകണമെന്ന തരത്തിലേക്ക് തന്നെ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരിക്കുന്നത്. ബിനിൽ, മഹേഷ്, ഇക്കാര്യത്തിൽ രാഹുലിന് ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ നിന്ന് ശക്തമായ പിന്തുണ ലഭിക്കുന്നുണ്ടോ? അതാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്ന്. കാരണം ഷാഫി പറമ്പലിന്റെ പ്രതികരണം ആ വിധത്തിൽ രാഹുലിനെ പൊതിഞ്ഞ് സംസാരിക്കുന്ന വിധത്തിൽ തന്നെ ആയിരുന്നല്ലോ. അപ്പോൾ ഒരു പിന്തുണ പാർട്ടിക്കകത്ത് നിന്ന് ഒരു സ്ട്രോങ് പോയിന്റ് ലഭിക്കുന്നു എന്ന അടിസ്ഥാനത്തിലാണോ രാഹുൽ ഇങ്ങനെ തൻ്റെ ഭാഗം വീണ്ടും ന്യായീകരിക്കാൻ സന്നദ്ധനാകുന്നത്, അല്ലെങ്കിൽ അത്തരം ശ്രമങ്ങൾ നടത്തുന്നത്? രാഹുലും ഒപ്പമുള്ളവരും പറയുന്നത് ഒരു പരാതി പോലും പോലീസിലില്ല, അത്തരത്തിലേക്കുള്ള നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത്. ഇത് ഗർഭചിത്രം അടക്കമുള്ള ഇത്തരത്തിലേക്കുള്ള ഗുരുതരമായ പരാതികളൊന്നുമില്ല, അല്ലാത്ത ചില പരാതികൾ മാത്രമാണ് തനിക്കെതിരെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ രാജിവെക്കേണ്ട കാര്യമില്ല. സമാനമായ കേസുകളിൽപ്പെട്ട എൽദോസ് കുന്നപ്പള്ളി, M വിൻസെൻ്റ് പോലെയുള്ള MLA മാർ അവർ തുടരുന്നുണ്ട്, MLA മാരെ. അതുപോലെ തന്നെ ഇടതുപക്ഷത്ത് M മുകേഷ് അടക്കമുള്ളവർ തുടരുന്നുണ്ട്. എന്നിട്ട് തന്നോട് മാത്രം എന്താണ് ഇരട്ട നീതി എന്ന തരത്തിലേക്കുള്ള ചോദ്യമാണ് രാഹുൽ ഉയർത്തുന്നത്. ആ ചോദ്യം പങ്കുവെക്കുകയാണ് ഷാഫി പറമ്പൽ നേതാക്കളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ വ്യത്യസ്തമാണ്
ആണ് ഈ കേസുകളുമായി താരതമ്യം ചെയ്യാൻ കഴിയില്ലെന്ന നിലപാടിലാണ് വി ഡി സതീശൻ നിൽക്കുന്നത്. അദ്ദേഹം കൃത്യമായി പറയുന്നത് ഇത്രയധികം പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവന്നത് താനാണ്, പക്ഷേ തൻ്റെ പ്രതിച്ഛായ പോലും ഇല്ലാതാക്കുന്ന തരത്തിലേക്കാണ് രാഹുൽ കൊണ്ടുവന്നെത്തിച്ച കാര്യങ്ങൾ. ഇത്രയധികം ഗൗരവമുള്ള കാര്യം തനിക്ക് നേരത്തെ അറിയുമായിരുന്നില്ല എന്ന് അദ്ദേഹം അടുത്ത നേതാക്കളോട് പറയുകയും ചെയ്തു. എന്തായാലും ഈ വിഷയത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകും, കൂടുതൽ സംഭവങ്ങൾ ഉണ്ടാകുമെന്ന ആശങ്ക കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഹുലിനെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, പക്ഷേ ഇലയ്ക്കും മുള്ളിലും കേടില്ലാതെ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. രാഹുലിനെ പിണക്കി രാഹുൽ രാജി ആവശ്യപ്പെട്ടാൽ രാഹുൽ അതിനുമായി ബന്ധപ്പെട്ട് തിരിച്ചുള്ള പ്രതികരണത്തിൽ അദ്ദേഹം മറ്റെന്തെങ്കിലും തരത്തിലേക്കുള്ള നീക്കങ്ങൾ സ്വീകരിച്ചാൽ അതും കോൺഗ്രസിനെ വിഷമർത്ഥത്തിലാക്കും. അതുകൊണ്ട് തന്നെ സന്ധി ചെയ്തുകൊണ്ട് തന്നെ രാജിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള ശ്രമമാണ് നേതാക്കൾ ഇപ്പോൾ നടത്തുന്നത്. ബിനേൽ.